എല്ലാവർക്കും അക്കൂസ് ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എക്സൽ ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും എങ്ങനെ നമുക്ക് എക്സലിൽ ചെയ്യാമെന്നാണ്. ഒരു സെല്ലിൽ മാത്തമാറ്റിക്കൽ ഫോർമുല ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ആ സെല്ലിൽ ആദ്യം ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എന്താണ് നമ്മുടെ ഫോർമുല അത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എന്ന് ചെയ്തു. അതിനുശേഷം എൻ്റർ ടൈപ്പ് ചെയ്തു. എൻ്റർ ടൈപ്പ് ചെയ്തപ്പോൾ നമുക്കിവിടെ ആ സെല്ലിൽ അതിൻ്റെ റിസൾട്ട് കിട്ടി. അഡീഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എക്സ്പോണൻറ്റും ഒക്കെ കാണാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ ആദ്യം സെല്ലിൽ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഓപ്പറേഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ അതൊരു നോർമൽ സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. അവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നടക്കില്ല. നമ്മൾ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഓപ്പറേഷൻ നടക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ഇക്വേഷൻസും ടൈപ്പ് ചെയ്യാം. ഇതേപോലുള്ള കോംപ്ലക്സ് ഇക്വേഷൻസ് വേണമെങ്കിൽ അത് നമുക്ക് ഒരു സെല്ലിൽ കൊടുക്കാൻ പറ്റും. ബ്രാക്കറ്റൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ എക്സലിലുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഫോർമുലാസിൽ ഡയറക്റ്റായിട്ട് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് എക്സലിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്പർ കൊടുക്കുന്നതിന് പകരം സെൽ റെഫറൻസ് കൊടുക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഈ സെല്ലിൽ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് വരണം. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ സെല്ലിൽ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 21 പ്ലസ് 10 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇതിന് പകരം നമ്മൾ ഈ നമ്പറുകൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം ഈ സെല്ലിൻ്റെ റെഫറൻസ് കൊടുക്കും. ഇവിടെ 21 എന്നുള്ള നമ്പർ ഉള്ളത് B1 എന്നുള്ള സെല്ലിലാണ്. നമുക്കിവിടെ നെയിം ബോക്സിൽ സെല്ലിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ B എന്നുള്ള കോളം ഫസ്റ്റ് റോയിൽ 21, അടുത്തത് B2, 10 എന്നുള്ളത് B2ലാണുള്ളത്. നമുക്ക് എവിടെയാണ് റിസൾട്ട് വേണ്ടത് അവിടെ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തു. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്പർ കൊടുക്കുന്ന നേരം സെല്ലിൻ്റെ പേര് കൊടുക്കുന്നു B1 പ്ലസ് B2. അതിനുശേഷം എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പോലെ തന്നെ അതേ റിസൾട്ട് കിട്ടി. ഈ രണ്ട് സെല്ലുകളുടെ വാല്യൂസ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കിട്ടി. നമ്മളിവിടെ ഈ സെല്ലിൽ വാല്യൂസ് മാറ്റുന്നതനുസരിച്ച് നമ്മുടെ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതേ കാര്യം നമുക്ക് വേറെ ഒരു ഷീറ്റിലുള്ള സെല്ലിനെ റെഫറൻസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഈ സബ്ട്രാക്ഷൻ അങ്ങനെ ചെയ്ത് നോക്കാം. ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് ഷീറ്റ് 3യിലുള്ള സെല്ലിനാണ് റെഫർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഷീറ്റ് 3യിലേക്ക് പോവാം. ആ നമ്പർ സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഫോർമുല ബാറിൽ കാണാൻ പറ്റും എന്താണ് ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാൻ ചെയ്യാം. മൈനസ് ഈ സെൽ. അതിനുശേഷം ഞാൻ എൻ്റർ കൊടുത്തു. നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 50 എന്ന റിസൾട്ട് വന്നിട്ടുണ്ട്. ഷീറ്റ് 3യിലെ 100 മൈനസ് 50 ചെയ്തപ്പോൾ നമുക്കിവിടെ 50 എന്ന റിസൾട്ട് വന്നു. ഞാനിവിടെ ഷീറ്റ് 3യിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഷീറ്റ് 2ലും റിസൾട്ട് ചേഞ്ച് ആവും. 0 ആയി. നമ്മൾ സാധാരണ ഒരു സെല്ലിലെ വാല്യൂ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് അവിടെ പേസ്റ്റ് ആവുന്നത്. പക്ഷെ നമ്മൾ ഒരു ഇക്വേഷനുള്ള സെല്ലിലുള്ള വാല്യൂ ആണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പേസ്റ്റ് ആവുന്നത് ആ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ 100 ആണ് വന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഇക്വേഷൻ B1 പ്ലസ് B2 എന്നാണ്. അത് നമ്മൾ അടുത്ത സെല്ലിലേക്ക് കോപ്പി ചെയ്തപ്പം ഇവിടെ അത് മാറിയിട്ട് C1 പ്ലസ് C2 എന്നായി. എന്ന് വെച്ചാൽ ബീൻ്റെ തൊട്ടടുത്ത് C. അങ്ങനെയാണ് ആ ഇക്വേഷൻ കോപ്പി ആവുന്നത്. അപ്പം ഇവിടെ റിസൾട്ട് 100 വരാൻ കാരണം C1ൽ 100ഉം C2ൽ 0 ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ C2ൽ പുതിയൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിവിടെ റിസൾട്ട് മാറും. ഇനി നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നോക്കാം. നമുക്കിവിടെ ഒരു സെയിൽസ് ഡീറ്റെയിൽസിൻ്റെ ടേബിൾ ഉണ്ട്. ഇവിടെ KLT എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇത് ഓരോ സ്റ്റേറ്റിലും ഓരോ മാസത്തിലുണ്ടായിട്ടുള്ള സെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ടോട്ടൽ കാണണം. ഓരോ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുള്ള ടോട്ടൽ സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയും സെല്ലുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ഈക്വൽ ടു സെൽ പ്ലസ് ഇങ്ങനെ ആഡ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട് വരും. പക്ഷേ ഇതിലും എളുപ്പത്തിൽ ഇത് ചെയ്യാൻ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. അതിനു വേണ്ടി എവിടെയാണ് നമുക്ക് റിസൾട്ട് വരേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹോം ടാബിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ സം. ഒന്നുകിൽ അതിൻ്റെ മോഡ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഫോർമുലാസ് എന്നുള്ള ടാബിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ സം. അതിൻ്റെ മോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സെല്ലിൽ ഇവിടെ സം എന്നുള്ളൊരു ഫംഗ്ഷൻ അപ്ലൈ ആയിട്ടുണ്ട്. ഇത്രയും സെല്ലുകൾ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ റിസൾട്ട് വരും. അടുത്ത സെല്ലിലും നമ്മൾ അതേപോലെ ഓട്ടോ സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കിവിടെ കാണാൻ പറ്റും ഇത്രയും സെല്ലുകൾ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. നമുക്ക് ഇവിടം വരെയുള്ള സെല്ലുകൾ സെലക്ട് ആവണം. ഇവിടെ ഒരു ബ്ലാങ്ക് സെല്ല് വന്നതുകൊണ്ടാണ് ഇത്രയും സെല്ലുകൾ മാത്രം സെലക്ട് ആയത്. അപ്പോൾ നമ്മൾ അവിടെ സെലക്ഷൻ മാനുവലി ചെയ്യണം. ഇനി അതേപോലെ ഈ 2 സെല്ലുകളിൽ നമുക്ക് റിസൾട്ട് വേണം. അതിന് ഞാൻ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സെല്ലിൽ സം എന്നുള്ള ഫംഗ്ഷൻ കോപ്പി ആവും. ഇനി അടുത്ത ഫംഗ്ഷനാണ് കൗണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിൽ ടോട്ടൽ എത്ര സെല്ലുകളിൽ എൻട്രീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു സെല്ലിൽ ഇവിടെ ടോട്ടൽ എത്ര മാസം സെയിൽസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് കിട്ടണമെങ്കിൽ നമുക്കിവിടെ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്താൽ മതി. സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതേപോലെ ഈ ഓട്ടോ സമ്മിൻ്റെ ഇവിടെ നമുക്കൊരു ഏറോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കൗണ്ട് നമ്പേഴ്സ് എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ടോട്ടൽ എന്നുള്ള ഈ സെല്ല് സെലക്ട് ചെയ്യേണ്ട. അതെന്ത് ചെയ്യാം? ഡിസെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കൗണ്ട് കിട്ടി. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഡോളർ എന്നുള്ളൊരു സൈൻ ഉണ്ട്. ഈ സൈൻ നമുക്ക് ആവശ്യമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽ, ഇവിടെ സിമ്പിൾ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം, നണ്ണ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഡോളർ സൈൻ പോയി. ഇനി നമ്മളിവിടെ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമുല എല്ലാ സെല്ലിലും അപ്ലൈ ആവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 11 ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സെല്ലിൽ ഡാറ്റ ഇല്ല. അവിടെ 9 ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ 3 സെല്ലിൽ ഡാറ്റ ഇല്ല. അതുകൊണ്ട് കൗണ്ട് 9 ആണ് കാണിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് ഏവറേജ്. ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഓട്ടോ സമ്മിൻ്റെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഏവറേജ് എന്ന ഫംഗ്ഷൻ കാണാൻ പറ്റും. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് സെലക്ട് ആയിട്ടുണ്ടാവും. അത് നമ്മൾ മാനുവലി ആവശ്യമുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ എൻട്രീസിൻ്റെ ഇത്രയും സെലക്ട് ചെയ്ത സെല്ലിൻ്റെ ഏവറേജ് നമുക്കിവിടെ കിട്ടും. നമ്മുടെ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമുല ഈ സെല്ലിലൊക്കെ അപ്ലൈ ആവും. ഇനി അടുത്തതാണ് മാക്സിമവും മിനിമവും. നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടി മിനിമം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കും. മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കും. നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ സെയിൽസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മിനിമം വാല്യൂ കിട്ടണം. ഞാനിവിടെ മിനിമം എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് സെലക്ട് ആയിട്ടുണ്ട്. എൻ്റർ കൊടുത്തു. അവിടെ മിനിമം വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഈ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യും. കൗണ്ടിൻ്റെ അത് വേണ്ട എങ്കിൽ നമുക്ക് ഡീസെലക്ട് ചെയ്യാം. ഇതേപോലെ തന്നെ മാക്സിമം വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓട്ടോ സമ്മിൽ മാക്സിമം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ സെല്ലും കൂടെ സെലക്ട് ആകുന്നുണ്ട്. അത് നമുക്ക് ഡീസെലക്ട് ചെയ്യാം. ഇനി ഈ ഫോർമുല നമുക്ക് വേറൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇത് അപ്ലൈ ആവും. ഞാനിത് കോപ്പി ചെയ്തു. ഇവിടെ അപ്ലൈ ചെയ്തപ്പം ഈ ഫോർമുല ഇവിടെ അപ്ലൈ ആയി. നമ്മളിവിടെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചു ഈ സെല്ലിൽ. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ മിനിമം വാല്യൂ 0 ആണ്. ഇവിടെ ഒരു ബ്ലാങ്ക് സെല്ലുണ്ട്. ബ്ലാങ്ക് സെല്ല് 0 ആണ്. അവിടെ എൻട്രീസ് ഇല്ല. അപ്പോൾ ഇവിടെ ശരിക്കും 0 ആണ് മിനിമം വാല്യൂ വരേണ്ടത്. പക്ഷേ അത് വരാത്തതിന് കാരണം ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണുള്ളത്, 0 ആയിട്ടല്ല ഉള്ളത്. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകളൊക്കെ 0 ആക്കി മാറ്റണം. അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഹോം ടാബിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗോ ടു സ്പെഷ്യൽ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ ബ്ലാങ്ക്സ് എന്നുള്ളത് കാണാൻ പറ്റും. ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്ക് സെല്ലുകൾ സെലക്ട് ആയി. പക്ഷേ ഇവിടെ ഈ സെല്ലും കൂടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പ്രൊസീജിയർ വീണ്ടും ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്തുള്ള സെല്ലുകൾ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇനി ഇതിന് ശേഷം നമുക്കിവിടെ ഫോർമുല ബാറിൽ അവിടെ വരേണ്ട വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാം. നമുക്ക് 0 ആണ് വരേണ്ടത്. 0 എൻ്റർ ചെയ്യാം. അതിനുശേഷം കൺട്രോൾ എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ 0 എന്നുള്ള വാല്യൂസ് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ കൗണ്ടിൻ്റെ ഫംഗ്ഷൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഈ 0 എന്നുള്ളതും കൂടെ ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൗണ്ടിൻ്റെ ഫംഗ്ഷനിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. അതിൽ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഫോർമുല ബാറിൽ അതിൻ്റെ ഫംഗ്ഷൻ കാണിച്ചിരുന്നുണ്ട്. ഞാനിവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൂടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ എൻഡ്. അതിനുശേഷം ഈ ഫോർമുല ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാണ് എല്ലാത്തിലേക്കും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 0 ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ഇഫ് കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല. നമുക്കത് അടുത്ത ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.